ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം. മോഹൻലാലിന് അവാർഡ്. അയ്യേ നാണമില്ലേ ശ്രീകുമാരൻ തമ്പി നിങ്ങൾക്ക്? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്നു. ആ അവാർഡ് കൊടുക്കുവാൻ മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനും തലസ്ഥാനത്തെ കളങ്കിതരായ ചില തീവട്ടികളും ചേർന്ന് അരിപ്രാഞ്ചികളായ സ്പോൺസർമാരിൽ നിന്നും പിടുങ്ങിയത് കോടികളെന്ന് വിവരം. ജീവിച്ചിരിക്കെ സ്വന്തം പേരിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് അവാർഡ് തട്ടിപ്പ് നടത്തുന്നത്. പിരിവിനെക്കുറിച്ച് BJP-യുടെ ജില്ലാ ഘടകമോ സംസ്ഥാന നേതൃത്വമോ അറിയാതെയാണ് ശിവൻകുട്ടിയുടെ ഈ അവാർഡ് കച്ചവടം എന്നാണ് ലഭ്യമായ വിവരം. സ്ത്രീ മോഹനം പരിപാടി കണ്ടിട്ട് സാംസ്കാരിക നായകൾ ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന ഭാവത്തിൽ കാലിനിടയ്ക്ക് കയ്യും തിരികെ വെച്ച് ഉറക്കമാണ്. ഈ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ തൊഴിലാളി ഒരു പൊതുപരിപാടിയുടെ വേദിയുടെ മുന്നിൽ വന്നിരുന്ന് പബ്ലിക്കായി കാണിക്കുന്ന കാട്ടായം കാണുക. ഇതാണത്രേ ലാലിസം. ഈ പണിയാണ് രേവതി സമ്പത്ത് എന്ന യുവതിയെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അവിടെ മുന്നിൽ വെച്ച് സിദ്ദിഖ് എന്ന ആഭാസൻ ചെയ്ത് കാണിച്ചത്. ആ ദൃശ്യമൊന്ന് കാണുക. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ സാക്ഷിയാക്കി മോഹൻലാൽ കാണിച്ച ഈ പണി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു. ഇതിനാണോ ശ്രീകുമാരൻ തമ്പി നിങ്ങൾ മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ശ്രീകുമാരൻ തമ്പിക്ക് അല്പമെങ്കിലും ഉൾപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ചെയ്ത മകന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി വല്ല ചാരിറ്റി പ്രവർത്തനവും നടത്തിയേനെ. 84 കൊല്ലത്തിനിടയ്ക്ക് അവാർഡ് മേടിച്ചും കൊടുത്തും ആഗ്രഹം തീർന്നില്ല അദ്ദേഹത്തിന്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായ മരുമകളെ മറ്റൊരു വിവാഹം കഴിച്ചയക്കുവാൻ പോലും അനുവദിക്കാതെ ഭാര്യയെ അവരോടൊപ്പം ചെന്നൈയിൽ താമസിപ്പിച്ച് തിരുവനന്തപുരത്ത് കഴിയുന്ന തമ്പിയെക്കുറിച്ച് വരുന്ന വാർത്തകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന്ന് ഞങ്ങൾ പുറത്തുവിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നില്ല. എവിടെയോ ഒളിച്ചു കിടന്ന് മോഹൻലാൽ നാളെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങുവാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഭയപ്പെട്ട ആ ഇരകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുമെന്നാണ് വിവരം. അതോടെ പിണറായിയുടെയും കോലട്ടന്റെയും കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും. ഇനി പ്രേക്ഷകർക്ക് പ്രതികരിക്കുവാനുള്ള അവസരമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പേരുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു അഭിനയ തൊഴിലാളി അദ്ദേഹത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവാർഡ് കൊടുക്കുന്നത്? ഒരു സ്വകാര്യ ട്രസ്റ്റ് കള്ളപ്പണക്കാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കാശുണ്ടാക്കാനായി നടത്തുന്ന ഒരു കൊമേഴ്സ്യൽ പരിപാടിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്താണ് കാര്യം? ഈ കച്ചവടത്തിൽ അദ്ദേഹത്തിനുള്ള പങ്കെന്താണ്? പീഡകരെ സംരക്ഷിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്നതിനുള്ള തെളിവല്ലേ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിന്റെ നേതാവിന് അവാർഡ് നൽകി ഈ സമയം തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നത്? ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? കയ്യാമം പ്രതീക്ഷിച്ച ഇരകളുടെ മുന്നിൽ തന്നെ പവർ ഗ്രൂപ്പ് നേതാവിന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അവാർഡ് നൽകുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കാം. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതുമല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശമായി നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം. അതുപോലെ പ്രേക്ഷകരെ അറിയിക്കുവാനുള്ള മറ്റൊരു കാര്യം, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിലെത്തി എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പും പേഴ്സണൽ മൊബൈൽ നമ്പറും എല്ലാം എടുത്തുകൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അവർ അതിൽ നിന്നും ഇമെയിൽ ID ചോർത്തിയെടുത്ത് ഞങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുവാനും ആ ഇമെയിൽ ID തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത വണ്ണം നശിപ്പിച്ച് കളയുകയും ചെയ്തു. പിണറായിയുടെ വീട്ടിൽ പാവാട അലക്കി കൊടുക്കുവാൻ നിൽക്കുന്നവന്മാരുടെ നിർദ്ദേശം കേട്ട് ഈ പണി വന്ന് ചെയ്ത ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങില്ല എന്ന് മറക്കരുത്. ഞങ്ങൾ വെറും മൊണ്ണങ്ങളല്ല എന്നും നീയൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. നീയൊക്കെ നാറിയ പണി ഇനിയും തുടർന്നും കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ പ്രേക്ഷകർ പ്രതികരണം അറിയിച്ചാട്ടെ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം.